മരണം തൊട്ടടുത്തെത്തിയ ആ നിമിഷം കാതടപ്പിക്കുന്ന ശബ്ദത്തിനോടൊപ്പം ആകാശമുയർന്ന കരിമരുന്നിന്റെ തീജ്വാലകൾ. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ ആ ഉഗ്രസ്ഫോടനത്തിൽ നിന്നും ആയുസ്സിന്റെ ബലം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് സുരേഷും മകൻ സുജിത്തും. ഇത് സുരേഷിന്റെ 3ാം ജന്മമാണ്. മരണഗന്ധമുള്ള കരിമരുന്നുശാലകളിൽ നിന്നും ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് ഓടിക്കേറുകയായിരുന്നു ആ അച്ഛനും മകനും. അതേസമയം വെടിക്കെട്ടിനോടുള്ള ആവേശത്തിൽ കരിമരുന്നിന്റെ ലോകത്തേക്ക് നടന്നുകയറിയ പട്ടാമ്പിക്കാരൻ പ്രവീൺ ഒടുവിൽ ആ കരിമരുന്നിന്റെ ചൂടേറ്റു തന്നെ മടങ്ങുന്നു. ജോലിയിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്കകമാണ് കൊടിക്കാംകുന്ന് സ്വദേശി മാടിപ്പുറത്ത് വാസുദേവനെയും മരണം കവർന്നത്. പാലക്കാട് മുതുതല കോഴിക്കോട്ടിരി സ്വദേശി സുരേഷിനും മകൻ സുജിത്തിനും ഇത് വെറുമൊരു അപകടമല്ല, ജീവിതത്തിലേക്ക് തിരികെ ഓടിക്കേറിയ നടുക്കുന്ന ഓർമ്മ കൂടിയാണ്. മുണ്ടത്തിക്കോട് സതീഷിന്റെ ലൈസൻസിയിലുള്ള വെടിക്കെട്ട് ശാലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കെയാണ് ആ നടുക്കുന്ന ശബ്ദം കേട്ടത്. അപകടമുണ്ടാകുമ്പോൾ 2ാമത്തെയും 3ാമത്തെയും വെടിക്കെട്ട് നിർമ്മാണപ്പുരയിലായിരുന്നു ഇരുവരും. അത് ഷെഡിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഒരു പൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങള് ഏറ്റവും ലാസ്റ്റുള്ളവരൊക്കെ ഞങ്ങള് പാടത്തു കൂടെ ഓടി കഴിച്ചതായി. പിന്നെ ആ പൊട്ട് നേരെ ഇങ്ങനെ വന്ന് ആ പറമ്പ് മുഴുവൻ കത്തി പൊട്ടിക്കൊണ്ടേ കത്തി. അതാണ് ഉണ്ടായത്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. സുരേഷിന് ഇത് ആദ്യത്തെ അനുഭവമല്ല. കഴിഞ്ഞ 25 വർഷമായി സുരേഷ് ഈ ജോലി ചെയ്തു വരുന്നു. ഇതിനു മുൻപും 2 തവണ മരണമുഖത്ത് നിന്ന് സുരേഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കൂടെ 22 വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു എന്നതാണ് ആ അച്ഛന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചത്. അടുത്തിടെയാണ് മകൻ സുജിത്ത് അച്ഛനോടൊപ്പം വെടിക്കെട്ടുപുരയിലേക്ക് ജോലിക്ക് ചേർന്നത്. പരിക്കേൽക്കാതെ വീട്ടിലെത്തിയെങ്കിലും ആ നടുക്കത്തിൽ നിന്ന് ഇവർ മുക്തരായിട്ടില്ല. തൃശൂർ മുണ്ടത്തിക്കോട്ടെ ആ വെടിക്കെട്ടുപുരയിലേക്ക് പ്രവീൺ എത്തിയത് വെടിക്കെട്ടിനോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ടായിരുന്നു. പക്ഷേ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലുണ്ടായ അപ്രതീക്ഷിത സ്ഫോടനം പ്രവീണിന്റെ ജീവിതം കവർന്നെടുത്തു. 90% പൊള്ളലേറ്റാണ് പ്രവീണിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നുച്ചയോടെ മരണം സ്ഥിരീകരിച്ചു. വെടിക്കെട്ട് നിർമ്മാണശാലയിലെ മിന്നലിനങ്ങളുടെ പണിപ്പുരയിലായിരുന്നു പ്രവീൺ. ആദ്യ സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ തന്നെ പ്രവീൺ ജോലി ചെയ്തിരുന്ന പുരയിലേക്കും തീ പടർന്നു. അമ്മയും ഭാര്യയും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടങ്ങുന്നതാണ് പ്രവീണിന്റെ ലോകം. കോഴിക്കോട്ടിരിയിലെ ആ കൊച്ചു വീടിന്റെ ഏക അത്താണിയായിരുന്നു പ്രവീൺ. വിധി കവർന്നെടുത്ത കൊടിക്കാംകുന്ന് സ്വദേശി മാടിപ്പുറത്ത് വാസുദേവനും ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. വെടിക്കെട്ട് സീസണിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തെ കാണാനുള്ള വെമ്പലിലായിരുന്നു വാസുദേവൻ. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി ഭാര്യയോടും മക്കളോടുമൊപ്പം സമയം ചെലവഴിക്കുമ്പോഴും അതൊരു യാത്ര പറച്ചിലാകുമെന്ന് ആരും കരുതിയില്ല. അപകടം നടന്ന ഇന്നലെ രാവിലെയാണ് അദ്ദേഹം തൃശൂരിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. ജോലിയിൽ പ്രവേശിച്ച മണിക്കൂറുകൾക്കകം വൈകുന്നേരത്തോടെ സ്ഫോടനത്തിന്റെ രൂപത്തിൽ മരണമെത്തുകയായിരുന്നു. വാസുദേവന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തൃത്താലയിലെ വീട് കണ്ണീർ കടലായി. ഭാര്യ സനതയുടെ ആ വിലാപം കണ്ടുനിന്നവരുടെ എല്ലാം ഉള്ളുലച്ചു. എനിക്കും മക്കൾക്കും ഇനി ആരുണ്ടെന്ന സനതയുടെ ചോദ്യത്തിനു മുന്നിൽ മറുപടിയില്ലാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും തല താഴ്ത്തി നിന്നു. മക്കളായ അശ്വിൻ ദേവിനും അനുശ്രീക്കും അച്ഛനിനി നോവുന്ന ഓർമ്മ മാത്രമാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.